ഹലോ, വെൽക്കം ബാക്ക്. അപ്പം ഞങ്ങൾക്ക് ഇന്നൊരു കല്യാണം ഉണ്ട്. എന്നോട് റെഡിയായി നിന്നോളാൻ പറഞ്ഞിട്ട് കാക്കു ഒന്ന് പുറത്തേക്ക് പോയതാണ്. അപ്പം ഞാൻ റെഡിയാവാൻ നോക്കുകയാണ്, മക്കളെ റെഡിയാക്കണമല്ലോ. അപ്പോൾ രാവിലെ മന്തി കഴിച്ചു. ഇന്നലത്തെ മന്തിയാണ്, അത് ചൂടാക്കി എടുത്തതാണ്. പിന്നെ കൂടെ പാൽച്ചായ, നല്ല കോമ്പിനേഷൻ അല്ലേ. പിന്നെ ഒരു 11:30 ആയപ്പോൾ ഞങ്ങളുടെ റെഡിയാവലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഫ്രണ്ട് സീറ്റ് ഓള് കയ്യേറിയിട്ട് കുറേ കാലമായി. പിന്നെ എൻ്റെ മോളായതുകൊണ്ട് ഞാനൊന്നും പറയാണ്ട് ഇങ്ങനെ ക്ഷമിച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ. അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ കല്യാണ വീട്ടിലെത്തിയിട്ടോ. അവിടെ ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ ഒരു അയൽവാസിയുടെ കല്യാണം ആയതുകൊണ്ട് നമുക്കവിടെ പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല. പിന്നെ അവിടെ ചെന്നപ്പോൾ ഉമ്മയും ഉപ്പയും കാക്കുവിൻ്റെ പെങ്ങന്മാരും അളിയന്മാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും അവിടെ വട്ടം കൂടിയിരുന്ന് വർത്താനം കളിയും ചിരിയൊക്കെ ആയിട്ട് അങ്ങനെ കഴിഞ്ഞു. പിന്നെ ഫുഡ് അടിച്ചിട്ട് നേരെ കാക്കാൻ്റെ വീട്ടിലേക്ക് പോയി. ഇപ്പോൾ അവിടെയുള്ള ഗ്രൗണ്ടാണ്, ഇവിടെ ടൂർണമെൻറ്റൊക്കെ നടക്കാറുണ്ട് കേട്ടോ. ഇതാണ് ഇക്കാക്കാൻ്റെ വീട്. അവിടെ ടെറസ് ഇരുന്ന് കഴിഞ്ഞാൽ ഇവിടുത്തെ ടൂർണമെൻറ്റൊക്കെ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ നമ്മൾ വീടെത്തി. അപ്പോൾ ഐഷ ആദ്യമായിട്ടാണ് അവളുടെ വാപ്പാടെ വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ ഉമ്മ എടുത്ത് കയറ്റട്ടെ പറഞ്ഞിട്ട് ഞങ്ങൾ ഉമ്മാനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അവർ വേറെ കാറിൽ വന്നതുകൊണ്ട് എത്തിയിട്ടില്ല. അപ്പോൾ വരണ വരെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിന്നു. അത് കഴിഞ്ഞ് ഉമ്മ വന്ന് ഐഷുവിനെ എടുത്ത് കയറ്റി. പിന്നെ ഉമ്മ അവളെ കളിപ്പിക്കുന്നുണ്ട്. പക്ഷെ പേടിച്ചാണ് ഉമ്മ നിൽക്കുന്നത്. എൻ്റെ മൂത്ത പെണ്ണ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ അലമ്പാക്കും. അതങ്ങനത്തെ ഒരു പൊസസീവ് ഐറ്റമാണ്. ഉമ്മ വേറെ ആരെയും എടുക്കാൻ പാടില്ല, അവളെ മാത്രമേ എടുക്കാവുള്ളൂ. അങ്ങനെ അവളെ ബീച്ചിൽ കൊണ്ടുപോകണം വിചാരിച്ചിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ചായയുടെയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നിട്ട് പയ്യെ ഇറങ്ങി. ഒരു 4:30 ആയപ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ബീച്ചിൽ കൊണ്ടുപോകാമല്ലോ എന്നോർത്ത് വൈപ്പിനിൽ പോകാനാണ് ഞങ്ങൾ വിചാരിച്ചത്. അങ്ങനെ പോണ വഴി പകുതി എത്തിയപ്പോൾ മഴയും കാറ്റും ഒക്കെ കൂടെ അങ്ങ് വന്നു. പിന്നെ ബീച്ചിൽ പോയിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ നേരെ തിരിച്ചു. പക്ഷെ പാത്തുവിന് സങ്കടമായി. അപ്പം എന്തായാലും സങ്കടം മാറ്റാൻ അവിടെ അടുത്തുള്ളൊരു പാർക്കിൽ കയറാമെന്നും പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് പോവാണ്. പൂക്കാട്ടുപടി ജംഗിൾ പാർക്ക്. അവിടെ പറഞ്ഞ് പോയപ്പോൾ അവിടെ വഴിയിൽ വെച്ചിട്ട് കാക്കുവിൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടു. കാക്കു വർക്ക് ചെയ്യണ കമ്പനിയിൽ അക്കൗണ്ടൻ്റാണ് പുള്ളിക്കാരത്തി. അപ്പോൾ ഞങ്ങൾ വഴിയിൽ വെച്ച് അവരെ കണ്ടപ്പോൾ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് ഇന്ന് പാർക്കിലെത്തിയപ്പോൾ ഒരു 7 മണിയായിട്ടുണ്ട്. അവിടെ ചെന്നപ്പോൾ മഴ കാരണം ചെളിയും വെള്ളമൊക്കെ ആയിട്ട് ആകെ അലമ്പായിരുന്നു. പിന്നെ പാത്തുവിന് സങ്കടമാവണ്ട വിചാരിച്ച് 1-2 സാധനങ്ങളിലൊക്കെ കയറ്റി കളിപ്പിച്ചിട്ട് കുറച്ച് നേരമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്. അപ്പോൾ ഓക്കെ, ബൈ ബൈ.